മലയാള ടെലിവിഷൻ രംഗത്ത് ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായ സുചിത്ര നായരാണ് ഇന്ന് നമ്മുടെ അതിഥി. വെൽക്കം സുചിത്ര. ഇതാര് സീരിയലിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അതിന് ഭഗവതിയെ സാറിന് നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ. ഇല്ലേ, ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കണം. കാരണം ഇപ്പൊ ചെയ്യുന്ന സീരിയല് ഇല്ല, ഞാൻ സീരിയൽ ഇപ്പൊ ചെയ്യണില്ല. വാനമ്പാടി ഒന്ന് ചെയ്ത് നിർത്തി. മതിയല്ലോ, എന്തിനാണ് ഏറെ അല്ലേ? വാനമ്പാടിയിൽ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നല്ലേ? ഒരു ഓൾമോസ്റ്റ് 3/4 നെഗറ്റീവ് ആയിരുന്നു, പിന്നെ പോസിറ്റീവ് ആയി. വെരി ഗുഡ്. നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ പറയാൻ നേടാം എന്നുള്ള ഷോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് കളിതമാശകളൊക്കെയാണ്. കാരണം നമ്മൾ ഈ സമയത്ത് പ്രേക്ഷകർക്ക് വളരെ സീരിയസ് ആയിട്ടൊരു ഷോ ചെയ്യുന്നതിന് പകരം ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് ഒരു ചെറിയൊരു ലളിതമായിട്ട് എല്ലാവർക്കും ഒരു അരമണിക്കൂർ മനസ്സിൽ നിന്നുള്ള എല്ലാ വികാരങ്ങളും, എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് പറയാം നേടാം പണം നേടാം, ബിഗ് ഗെയിം ഷോ. സുചിത്ര നായർ മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരു പേരാണ്. എങ്ങനെയാണ് ഈ സീരിയൽ എൻട്രി? ഞാൻ ബാലതാരായിട്ടാണ് വന്നത്. കൃഷ്ണകൃപാസാഗരം എന്ന സീരിയൽ സ്കൂൾ ടൈമിൽ വന്നതാണ്. അത് ദേവിയായിട്ട്. പിന്നെ ദേവിയായിട്ട് തന്നെ കുറേ ചെയ്തു. സത്യം ശിവം സുന്ദരം, അതും അമൃതയിൽ തന്നെയായിരുന്നു എന്റെ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവേഴ്സില് വിശ്വരൂപം, അതിലും ദേവി, എല്ലാ ദേവിയാണ്. അപ്പൊ അങ്ങനെ ദേവിയായിട്ട് അഭിനയിച്ച് ഏത് സീരിയലാണ് ലാസ്റ്റിൽ മൂദേവിയായത്? വാനമ്പാടിയിൽ. അതെന്താ അങ്ങനെ പെട്ടെന്ന് ദേവിയായിട്ട്, ആദ്യം തൊട്ട് ദേവിയായിട്ട് വന്നിട്ട് അവസാനം അങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട്? അല്ല, എനിക്ക് ഫസ്റ്റ് തൊട്ടേ ദേവി കഥാപാത്രങ്ങളായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് അത് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. കയ്യിലൊരു ശൂലവും പിന്നെ കയ്യിലെ അനുഗ്രഹവും എല്ലാ ദേവിയായി. ഞാൻ പാർവതി, സരസ്വതി, ആദ്യ പരാശക്തി, ഭദ്രകാളി, എല്ലാ ദുർഗ, എല്ലാ ദേവിയായിട്ടും ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. രഞ്ജിത്തേട്ടൻ, ചിപ്പിച്ചേച്ചി, അവരുടെ ക്രൂലാത്. പിന്നെ അതിലൊന്നും നോക്കിയില്ല, അങ്ങ് ചെയ്തു. എവിടെ താമസിക്കുന്നു? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ, 4 പേര്. ഓക്കെ. അപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭദ്രകാളി ആയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പിന്നെ ആരുടെ വീട്ടില് തന്നെ, വേറെ പുറത്തെവിടെ ആകാറില്ല. അല്ല, എന്തായാലും കൂടുതൽ ആരുടെ? അമ്മേന്റെ അടുത്ത്. അവിടെ നടക്കൂ കാര്യങ്ങൾ. ഇപ്പൊ പുതിയ പ്രോജക്റ്റുകളൊക്കെ എന്താണ്? ഇല്ല, ഞാൻ ഇപ്പൊ കുറച്ചാളത്തേക്ക് എന്തായാലും സീരിയൽ ചെയ്യണില്ല. ഒരു പ്രോജക്റ്റ് ചെയ്ത് നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഉടനെ വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇത് കുറയും എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യണില്ല. ഈ വാനമ്പാടിയിലെ ഇത് കണ്ടിട്ട് നമ്മൾ എവിടെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് ഈ അമ്മമാരും വീട്ടമ്മമാരും എല്ലാവരും? ഇല്ല, ഒരിടത്തൊന്നും എനിക്ക് നെഗറ്റീവായിട്ടൊന്നും വന്നില്ല. എല്ലാവർക്കും സ്നേഹം മാത്രം. അപ്പൊ ഞാൻ ചെയ്യുന്നത് നെഗറ്റീവ് തന്നെ അല്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഈ സീരിയലില് ഇത്ര നാൾ ചെയ്തല്ലോ, ഇനി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? സിനിമ വരണുണ്ട്, ശരിക്കും പറഞ്ഞാൽ വരണുണ്ട്. 2-3 മൂവീസ് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ലത് നോക്കി ചെയ്യാമെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് നല്ലതായിട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം. അത് വലിയ സംഭവമാണ്. കാരണം നമ്മൾ ഒരു ക്യാരക്ടർ ആദ്യം ഒരു സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ, അത് കയറി ഹിറ്റായി കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ സിനിമയിൽ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടർ കിട്ടത്തുള്ളൂ. അതാണ്. ഞാൻ ഇതിനിടയിൽ ഒരു സിനിമ ചെയ്തു, ദൈവാധീനം ഇറങ്ങില്ല. അതായത് സത്യാന്വേഷണ കഥ. അതിനകത്ത് ഒരു സ്വാമിയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ സ്വാമിയുടെ വേഷം ചെയ്ത് അത് ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം അത് ഒരു ദിവസത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചത്. കുക്കു ആണ് അതിൻ്റെ ഡയറക്ടർ, സുബിൻ എന്ന് പറഞ്ഞിട്ട്. കുക്കു എന്നാണ് ഞാൻ വിളിക്കുന്നത്, സന്തോഷ് ശിവൻ്റെ ബ്രദർ. അപ്പോൾ അത് ഒരു ദിവസം വിളിച്ച് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാമകൃഷ്ണനാണ് ഡയലോഗ്സും സ്ക്രിപ്റ്റും ഒക്കെ. അനിൽ മാത്യു ആണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവർ വിളിച്ചിട്ട് ഒരു ദിവസത്തേക്ക് വിളിച്ചിട്ട്, ഞാൻ ശംഖുമുഖത്തൊരു സ്ഥലത്തായിരുന്നു ഷൂട്ടിങ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് MG വെച്ചിട്ട് ഒരു ദിവസം കൂടെ വെച്ചാലൊന്ന്. അങ്ങനെ വെച്ച് ആ പടത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ക്ലൈമാക്സ് സോങ്ങിനകത്താണ്. അത് ശരിക്കും സംഗീതം ചെയ്യാനാണ് ഞാൻ പോയത്. അതിനകത്ത് അനന്തപത്മനാഭനെ കുറിച്ചൊരു പാട്ടൊക്കെ ഉണ്ട്, നമ്മുടെ പത്മനാഭസ്വാമിയെ കുറിച്ച്. അത് കാവാലൻ നാരായണ പണിക്കർ സാർ അവസാനം എഴുതിയ ഒരു ഗാനമാണ്. തിരുവനന്തപുര പുരാതന പുരാനെ തമ്പുരാനെ, പാമ്പിൻ മെത്തയിൽ പള്ളി കൊള്ളും പത്മനാഭ, ഇരവും പകലും കൊടുങ്കയും കുത്തിക്കിടന്നുറങ്ങരുതേ, ഉറങ്ങരുതേ, അനവധി അറകളിൽ അസുലഭമാം. ഒരുപാട് അറകളിൽ ഒരുപാട് രത്നങ്ങളുണ്ട്, അതുകൊണ്ട് ഉറങ്ങരുതേ എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ അവസാനം അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേ പോയി. എഴുതി ഞാനിങ്ങനെ ട്യൂൺ ചെയ്യുന്നു, അദ്ദേഹം എഴുതിക്കൊണ്ട് പോകണം. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എവിടെങ്കിലും ഒരു നിർത്ത് വേണ്ട ഇതിന്, കാരണം ഒരു 4 മിനിറ്റ് കൂടുതൽ നമുക്ക് പാട്ട് പറ്റത്തില്ല. അവസാനം അദ്ദേഹം എഴുതിയൊരു വരി അത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതായത്, ഏതു കാര്യവും നേടണമെങ്കിൽ അനന്തൻ്റെ പുരിയിൽ വരേണം. അതായത് നമുക്ക് ഏത് കാര്യം നേടണമെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഏത് കാര്യവും നേടണമെങ്കിൽ അനന്തൻ്റെ പുരിയിൽ വരേണം എന്ന് പറഞ്ഞ ഡബിൾ മീനിങ്ങിലാണ്. മനസ്സിലായി. അതായത് എല്ലാ കാര്യവും നേടണമെങ്കിൽ ഇവിടെ വരണം, പത്മനാഭന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ എല്ലാം നേടത്തുള്ളൂ. പക്ഷെ അതിവിടെ തെളിയിച്ചു. ഒരു ചുഴലിക്കാറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ചില്ലേ? പത്മനാഭൻ സമ്മതിക്കൂ? ഒരിക്കലും ഇല്ല. എന്തൊക്കെയാണ് ഹോബീസ്? ആക്ച്വലി ഞാൻ മോഹിനിയാട്ടം ഡാൻസറാണ്. ഡോക്ടർ നീന പ്രസാദിന്റെ സ്റ്റുഡൻ്റ് ആണ്. 12 വർഷമായിട്ട് നീന ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോബി ഡാൻസ്, ഹോബി അല്ല, പാഷൻ എന്താ പറയണ്ട, ഡാൻസാണ്. പിന്നെ ഉറക്കം, കുക്കിംഗ്, നന്നായിട്ട് കുക്ക് ചെയ്യും. എല്ലാ നോൺ വെജസും എല്ലാം ഉണ്ടാക്കും. നന്നായിട്ട് കുക്ക് ചെയ്യും. അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന്? കുക്ക് ചെയ്യുന്ന കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊള്ളാം. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിക്കുമല്ലോ? ക്ഷമിക്കും. അതായത് ലോറി വരെ ഓടിക്കുമെന്ന് കേട്ടല്ലോ. ലോറി ഓടിച്ചിട്ടുണ്ട്. അച്ഛന് ലോറി ഉണ്ട്. അച്ഛൻ എങ്ങനെ ലോറി വന്നു? അച്ഛൻ കോൺട്രാക്ട് ബിസിനസ് ആണ്, ലോറികളുണ്ട് കുറച്ച്. അപ്പൊ എത്ര ലോറി ഉണ്ട്? 3 ഒക്കെ പാവം. അപ്പോൾ കോൺട്രാക്ട് ബിസിനസ്. അപ്പം ഞാൻ ആ സമയം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഭയങ്കര ക്രേസാണ്, വലിയ വണ്ടി ഓടിക്കാനൊക്കെ. അപ്പം അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു. ഇവിടുന്ന് എത്ര ദൂരം ഓടിച്ചു പോയിട്ടുണ്ട്? എറണാകുളം അങ്ങനെയൊന്നും ഇല്ല. ട്രിവാൻഡ്രത്ത് കിടന്ന് അച്ഛൻ കൂടെ ഇരിക്കെ ഞാൻ കുറച്ചൊന്ന് കറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ലോറിയും കാറുമായിട്ട് എന്താണ് വ്യത്യാസം? ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് വർഷം മുന്നേ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ക്രേസിലിരുന്നോട് പ്രത്യേകിച്ച് വ്യത്യാസമില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി 1-2 പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആ ഒരു ടെൻഷനും ആ റോഡിൽ പോകുന്നതിന്റെ ഒരു ഇതും മാത്രമല്ല, ലോറിയൊക്കെ റിവേഴ്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും മുറുക്കാൻകടയിൽ പോയി ഇടിച്ച് കയറും റിവേഴ്സ് എടുക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റു വിശേഷങ്ങൾ? കുക്കിംഗ് അറിയാം, ലോറി ഓടിക്കാൻ അറിയാം, കാർ ഓടിക്കാൻ അറിയാം, അഭിനയിക്കാൻ അറിയാം, ദേവിയായി, അവസാനം മൂദേവിയായി, പിന്നെ ഇപ്പൊ ശ്രീദേവി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനൊക്കെ പോയാൽ മതിയോ? കല്യാണമാണല്ലോ ഉദ്ദേശിക്കണേ? അല്ലല്ലേ, ഞാൻ കണ്ടോ, ഞാൻ ഒന്നും ചോദിച്ചില്ല. ചോദിക്കുന്നതിന് മുമ്പ് അതാണല്ലോ പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ്, ഇനി എന്താണ് കല്യാണം എന്നൊക്കെ. കല്യാണം ഉണ്ട്, ആലോചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിക്കട്ടെ വെച്ചിരിക്കുകയാണ്. ഇനി എന്തിനു നിർത്താൻ? അല്ലല്ല, എനിക്ക് 2 സിനിമ ചെയ്യണം. ഒരുപാടൊന്നുമില്ല, 1-2 മൂവി ചെയ്തിട്ട്. അല്ല, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം അവിടെ നിൽക്കട്ടെ, 2 സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടുക്കൊരു ഹിഡൻ അജണ്ട കിടക്കുന്ന പോലെ തോന്നുന്നു. ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു ആരുമായിട്ടോ ഒരു സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർത്തി ചവിട്ടുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. സ്നേഹം അതുകൊണ്ടാണല്ലോ നമ്മൾ എന്താ ഒരു എത്ര ആലോചന വന്നിട്ടും അത് വേണ്ട, ഞാൻ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിക്കാം എന്ന് അച്ഛൻ്റെ അടുത്ത് പറയാൻ കാര്യം ഡെഫിനറ്റ്ലി അതായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. ഈശ്വര, ആ സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കാം എന്ന് ഉറപ്പുണ്ടോ? എല്ലാം ദൈവത്തിന്റെ കയ്യില്. പുള്ളിക്ക് ജോലിയുണ്ടോ? അതോ അഭിനയ രംഗത്താണോ? അല്ല, അഭിനയ രംഗത്തല്ല. ഞാനൊന്ന് ഒരു എന്താണ് മനഃശാസ്ത്രമായിട്ടൊരു ചോദ്യം ചോദിക്കുക. പുള്ളി അഭിനയ രംഗത്തല്ല, പുള്ളി ബിസിനസ്സുകാരനാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ ശരിയാക്കി, ബിസിനസ്സുകാരനാണ്. ഇലക്ട്രിക്കൽ ബിസിനസ്സാണ്. ഒന്നും പറയാറായില്ല. ശരി, എന്തായാലും അത് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഒരു കുസൃതി ചോദ്യം. ആവശ്യമുള്ളപ്പം വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ കയ്യിൽ വയ്ക്കും. എന്താണത്? ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ കൈവയ്ക്കും. എന്താണത്? അയ്യോ,
അയ്യോ അല്ല. അല്ല. അതെന്താ അത്? പൈസ പൈസ ആവശ്യമുള്ളപ്പോഴും പൈസ അല്ല. ആവശ്യം ഉള്ളപ്പോൾ വലിച്ചെറിയോ പൈസ? അല്ല, നമ്മളിങ്ങനെ കൊടുക്കില്ലേ? ആ. അല്ല, അറിയില്ല. ഒരു പിടുത്തം ഇല്ല. പോയി തോറ്റു. വീശുവല. വീശുവല, വല. മീൻ പിടിക്കുന്ന വല. വല. അത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ കയ്യിൽ വയ്ക്കും. ഇത് പറയാത്തോണ്ടൊരു പെനാൽറ്റി ഉണ്ട്. ഒരു പാട്ട് പാടണം. ഓക്കെ, സാറോട് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പാട്ടാണ്. റെഡി? അനൂപ്സ് കൊടുങ്കസ്വാമി ശ്രുതി. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. നമുക്ക് ഇന്നൊരു വലിയൊരു അതിഥിയുണ്ട്. കാരണം ഇനിയിപ്പോ സവാരി ഗിരിഗിരി എന്നുള്ള റൗണ്ടാണ്. ആ റൗണ്ടിൽ 4 ചോദ്യമുണ്ട്. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവർക്കും ഇനി അതിനെ പ്രത്യേകിച്ച് നമുക്കൊരു ആമുഖമായിട്ട് കുറെ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിനെ അറിഞ്ഞൂടാത്ത ഈ ലോകത്തിൽ ഒരു കുഞ്ഞായാലും അപ്പൂപ്പനായാലും അമ്മൂമ്മയായാലും എല്ലാവർക്കും അറിയാം. The only one, ഗിന്നീസ് പക്രു. നമസ്കാരം പക്രുജി. ഞാൻ പറയായിരുന്നു, അറിയാത്തവരായിട്ട് ആരുമില്ല. കൊച്ചു പിള്ളേരായാലും ഏറ്റവും വലിയ അപ്പൂപ്പനായാലും അമ്മൂമ്മയായാലും കോളേജ് പിള്ളേരായാലും എല്ലാവർക്കും ജീവന്റെ ജീവനാണ് പക്രു. അപ്പോൾ നമ്മുടെ സുചിത്ര നായരാണ് നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം നേടാം എന്ന ഈ ഷോയിൽ. ഹായ് സുചിത്ര, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കണോ ചേട്ടാ? സന്തോഷം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ധൈര്യമായിട്ടിരുന്നു. താങ്ക്യൂ. ഓക്കേ, അപ്പം തീർച്ചയായിട്ടും പക്രുജി ഇതിനകത്ത് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. പറയാം നേടാം നമ്മുടെ ഒരു ഷോയാണ്. ഒരു അരമണിക്കൂർ രസകരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. പാട്ടും അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ കുസൃതി ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു നോളജബിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ സവാരി ഗിരിഗിരി എന്നുള്ള ഒരു സെഗ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. 4 ചോദ്യമാണ്. പക്രുജിക്ക് നമ്മുടെ ശുചിയെ ഈ 4 ചോദ്യങ്ങൾക്കും വേണമെങ്കിൽ സഹായിക്കാം. കുഴിയിൽ കൊണ്ടിടണമെങ്കിൽ ഇടുകയും ചെയ്യാം. അയ്യോ, കുറെ നാളായി ഒരാളെ കുഴിയിൽ കൊണ്ടിട്ടിട്ട്. ചേട്ടാ, കുഴിയിൽ കൊണ്ടിടാനുള്ള ഒരു ഐറ്റമാണ്. അല്ല, അത് ഞാൻ കുട്ടേട്ടനോട് ചോദിക്കാനിരിക്കരുത്. നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യണം? എന്താണ്, അനുഭവപൂർവ്വമായിട്ട് വേണോ അതോ നമുക്ക് 2 പേർക്കും കൂടെ എടുത്ത് കുഴിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല? ഒരിക്കലും നടക്കില്ല. ഒരു 5-6 പേരുണ്ടെങ്കിൽ നമുക്ക് മത്സരിക്കാം. ഒരു ഗുസ്തി തന്നെ വേണ്ടി വരും. അയ്യോ, അപ്പോ കുട്ടേട്ടൻ പറഞ്ഞ പോലെ സഹായിക്കാൻ വേണ്ടി വന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സഹായിക്കാം. എന്നാൽ കഴിയാവുന്ന തരത്തില് ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു. പക്രുജി, പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് തമിഴാണ് കുട്ടേട്ട. പ്രഭുദേവ സാറിന്റെ കൂട്ടത്തില് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ത്രൂട്ട് വേഷമാണ്. ബഗീര എന്നാണ് പടത്തിന്റെ പേര്. ഇപ്പോ ഈ ഒരു 2 ദിവസമായുള്ളൂ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എത്തിയതേ ഉള്ളൂ. സിനിമ തീർന്നു. കാരണം അതെ, മദ്രാസിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. ലോക്ക്ഡൌണിൽ അതിന് മുന്നേ തുടങ്ങിയ ഒരു പടമാണ്. ഒരു 6-7 മാസമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഈ കോവിഡ് കാലത്തിനിടയിലും കോവിഡിനിടയിലും ഒരു 3-4 ദിവസം പോയി ഇവിടുന്ന് അവിടെ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വല്ലതും കിട്ടുമോ മലയാളത്തില്? തമിഴിലേക്ക് പോയി. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തമിഴിൽ പോയി ഓരോ പടങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഫുൾ ടൈം മലയാളത്തിൽ പുതിയ കഥാപാത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, പക്രു അറിഞ്ഞായിരുന്നു നമ്മുടെ ശുചിക്ക് ഒരാളുമായിട്ട് സ്നേഹത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു അറ്റം വരെ കൊണ്ടെത്തിച്ചു. കാരണം ഞാനൊരു മനഃശാസ്ത്ര വിദഗ്ധനായിട്ട് ഞാൻ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ. അത് വിട്ടെ, അതൊക്കെ പോയി, അതൊക്കെ ചീറ്റി.
ഞാനും അറിഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഒരു ഇലക്ട്രിക്കൽ ബിസിനസ്മാനെയാണ് സോഷ്യൽ മീഡിയയിൽ. രണ്ടുപേർക്കും കൂടെ സൈക്കോളജിക്കൽ മൂവില് വേണമെങ്കിൽ പറയിപ്പിക്കാൻ തോന്നിയേട്ടാ. ചോദിക്കും എന്നെക്കാൾ എന്തുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ കുട്ടേട്ടൻ തന്നെ എടുക്കാൻ. അല്ല, ഞാൻ എടുത്തൊരു പരിധി വരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതായത് ഒരു ബിസിനസ്മാൻ ആണ്, ഇലക്ട്രിക്കലുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇനി ബാക്കി ചോദിക്കും. അയ്യോ ഇതൊന്നും അങ്ങനെയൊന്നും അല്ല. അല്ല അങ്ങനെയൊന്നും പറയരുത്. ഇവിടെ ഒന്നും വന്നിരുന്നു പ്രത്യേകിച്ച് ശ്രീകുട്ടൻ ചേട്ടന്റെ മുന്നിൽ വെച്ച് അവിടെ വരെ ഒന്നും ഒരിക്കലും കൊണ്ടുവന്ന് എത്തിക്കരുത്. അത് പിന്നീട് അങ്ങോട്ട് ഭയങ്കര പറയുന്നതാണ് സമാധാനം. ആ കണ്ണാടി തന്നെ ഒരു സൈക്കോളജി എടുത്തോണ്ടിരിക്കുകയാണ് മുഴുവൻ. ആ നോട്ടം കണ്ടില്ലേ, സ്വാംശീകരിച്ചോണ്ടിരിക്കുകയാണ്. മിക്കവാറും തന്നെ പറയേണ്ടി വരും. കണ്ണിലോട്ടൊന്നും നോക്കല്ലേ, സൂക്ഷിക്കണം. ഒരു കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തരും. അയ്യോ അങ്ങനെ ഒരാളില്ല. ഉണ്ട്. ആദ്യത്തെ ഇതിനകത്ത് പൊട്ടിച്ചിട്ട് പിന്നെ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങള് സമ്മതിക്കത്തില്ല. അയ്യോ സത്യമായിട്ടും ഇല്ല. അല്ല, ഒറ്റ കാര്യമുള്ളൂ പക്രുജി. കാരണം ഇതിനകത്ത് 2 സിനിമയിൽ അഭിനയിച്ചിട്ട് അദ്ദേഹത്തിനെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ്. അത് ശരിയാ. അതുകൊണ്ട് നമുക്ക് 2 സിനിമയിൽ അഭിനയിച്ചിട്ട് 1-2 ചെയ്യാം എന്നുള്ളൊരിതല്ലേ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കളയാനുള്ള പരിപാടിയാണ്. അല്ല അങ്ങനെയല്ല. 2 സിനിമ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കട്ടെ. പുള്ളി തീരുമാനിക്കട്ടെ വേണോ വേണ്ടോ. നോട്ട് ദ പോയിന്റ്. അയ്യോ 2 സിനിമ ചെയ്ത് കഴിയുമ്പോ പുള്ളി വിചാരിക്കട്ടെ വേണോ വേണ്ടേന്ന്. അപ്പൊ പുള്ളി ഉണ്ടല്ലോ. ആ പുള്ളി ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇതാണ് കാര്യം. ഇതാണ് നമ്മൾ പിടിക്കുന്ന പിടുത്തം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിക്കണം, ഒന്നും പറയരുതെന്ന്. നിങ്ങളുടെ മെഗാ സീരിയലിൽ ഇല്ലാത്തൊരു ഐറ്റം ആണത്. അതെ, മനസ്സമാധാനം. അല്ല അതല്ല, സുചിത്ര അവിടെ ഇരുന്ന് മനസ്സമാധാനം പോയ സുചിത്രയ്ക്ക് പെട്ടെന്ന് അത് കിട്ടിയില്ല. കുട്ടേട്ടന്റെ ചില ഭീകരമായ ക്വസ്റ്റ്യൻസിന് മനസ്സമാധാനം പോയിട്ടിരിക്കുകയാണ് സുചിത്ര. അതെ, സത്യം. എന്താ നക്ഷത്രം എന്ന് പറഞ്ഞ്? ഉത്രാടം. അല്ല, ഇത് ഉത്രാടമാണ് നക്ഷത്രം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾറെഡി എൻഗേജ്. പിന്നെ സുചിത്രയുടെ മനസ്സിലെ പുരുഷ സങ്കല്പം എന്താണ്? പുരുഷ സങ്കല്പം അത് ചോദിച്ചായിരുന്നു ചേട്ടൻ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. എനിക്ക് പേടിയാ. ഇത്രയൊക്കെ കൊളാക്കിട്ട് സുചിത്ര എങ്ങനെ പാട്ട് പാടുന്നവരെ ഇഷ്ടമാണോ അതോ സുചിത്ര പാട്ട് പാടുമോ? ഇല്ല, ഞാൻ പാടില്ല. പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ഞാനോ? 2 വരി. ശരി, സുചിത്ര പറഞ്ഞുകൊണ്ട് കുട്ടേട്ടന്റെ അനുവാദത്തോടെ 2 വരി. ഓക്കെ. ചെമ്മാനം പൂത്തെ തൊടുസിന്ദൂരം തൊട്ടേ പനയോല കെട്ടിപ്പന്തലൊരുക്കി കാത്തിരിക്കടി കണ്ണാളെ, കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. ചെമ്മാനം പൂത്തെ തൊടുസിന്ദൂരം തൊട്ടേ പനയോല കെട്ടിപ്പന്തലൊരുക്കി കാത്തിരിക്കടി കണ്ണാളെ, കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഒരു ആർട്ടിസ്റ്റാണ്. കാരണം എന്ത് പറഞ്ഞാലും അത് ആ സമയത്ത് തന്നെ തട്ടിയും കൂടും. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് റൂറൽ SP അശോകൻ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ സമ്മാനമായി. എന്റെ അടുത്തല്ല താങ്ക് യു ചേട്ടാ. സവാരി ഗിരിഗിരിയിൽ 3ാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കുക. നന്ദന്റെ സുഹൃത്തുക്കളെ ജഗന്നാഥൻ എവിടെയുള്ള ഹോട്ടലിലേക്കാണ് പറഞ്ഞുവിടുന്നത്? A ഒറ്റപ്പാലം, B പാലക്കാട്, C കോഴിക്കോട്. എവിടെയാണ് ചേട്ടാ? ഒറ്റപ്പാലത്തിന്റെ അടുത്താണ്. ഇത് രണ്ടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. അതെ. കോഴിക്കോട് കുറച്ച് ദൂരമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പാലക്കാടാണെന്ന് തോന്നുന്നു. പാലക്കാട് വലിയ ഹോട്ടൽ. പാലക്കാട്. B പാലക്കാട് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ. ഇനി പക്രുജി, നമുക്കൊരു കാര്യം കാണണ്ടേ? കാരണം ഈ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം നമുക്കിവിടെ ഡാൻസിങ് ഫ്ലോർ ഇല്ല. അപ്പം ഓരോ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച നവരസങ്ങളുണ്ടല്ലോ, അതൊന്ന് നമ്മുടെ എന്താണ് സുചി കാണിക്കുന്ന നമുക്കൊന്ന് കണ്ടാലോ? നവരസങ്ങൾ കാണിക്കാൻ പറ്റും. ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. അത് ആ മുഖം കണ്ടാ അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഈസിയാണ്. അതായത് വർക്കിന് വിളിച്ചിട്ട് പൈസ തന്നില്ലെങ്കിൽ അങ്ങനത്തെ നവരസമാണോ? അല്ല, അത് പിന്നെ ഞാൻ ചോദിക്കുന്ന ആദ്യം ഇത് കാണിച്ചിട്ട് പിന്നെ അത് കാണിച്ചു. വർക്കിന് വിളിച്ചിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ
ആദ്യം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? ഭാവം. അയ്യോ ഇല്ല ഇല്ല ഇല്ല, അത് വരൂല. അതല്ല, അതൊന്നുമല്ല. കരച്ചിലാണോ ചേട്ടാ? അല്ല, എന്നെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റേജില് നാടകത്തിന് ഇടവേള, അതായത് നാടകക്കാരെത്തുന്നത് വരെ മിമിക്രി ചെയ്യാൻ പറഞ്ഞു. അവര് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ പേയ്മെന്റ് തന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്ത് നമ്മൾ കരുതി വെച്ചിരുന്ന സ്കിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഐറ്റംസ് ആയി. വന്ന കാലത്ത് കയ്യിൽ നിട്ട് തുടങ്ങി. ലാസ്റ്റ് തൊണ്ട പൊട്ടാറായ അങ്ങനെയൊക്കെ നിൽക്കുമ്പോ ഒരു ഡ്രാമ വണ്ടി ഇങ്ങനെ കട്ടറൊക്കെ ചാടി ഇങ്ങനെ വരുക. വന്നിറങ്ങി നിർത്തിയപ്പോ തന്നെ ഞങ്ങൾ സമാധാനപ്പെട്ടു, പ്രോഗ്രാം തീർന്നു, രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ പേയ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടിട്ട് വന്നാന്ന് പറഞ്ഞു. ഉടനെ ഡ്രാമയുടെ മാനേജർ അകത്തേട്ട് വിട്ട് പോരാന്ന് പറഞ്ഞു. പുള്ളി പോയിട്ട് തിരിച്ച് ദുർവാസാവിന്റെ വേഷത്തിലാണ് വരുന്നത് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞതിന്റെ പകുതി പൈസ എന്നിട്ട് പറഞ്ഞു എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാനത് മേടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട്, കാരണം കാശ് പോരെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോ ഒന്നും പറയാതെ ഉള്ളത് മേടിച്ചിട്ട് തലപ്പെട്ടു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിയതല്ല സത്യമായ ഇത് സംഭവങ്ങളുണ്ട്. കണ്ടില്ലേ, എല്ലാത്തിനും ശാപമാണ്. നീ കല്ലായി മാറട്ടെ എന്ന് പറഞ്ഞ കല്ല്, നീ ഭസ്മമായി തീരട്ടെ എന്ന് പറഞ്ഞ ഭസ്മമായിട്ട് തീരും. ഈ പൈസ എന്നിട്ട് എന്നോട് പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നാ പറഞ്ഞേ. ഉണ്ടായല്ലോ ചേട്ടാ. അതുണ്ടായി. പക്ഷെ നവരസങ്ങളിലേക്ക് വന്നില്ല. നവരസം വന്നില്ല. ഏറ്റവും എളുപ്പം ചെയ്യാൻ ശാന്തമാണല്ലോ. ശാന്തം. അതെ. വർക്കില്ലാതിരിക്കുമ്പോ. അടുത്ത് രൗദ്രം. ഗുഡ്. അടുത്തത് ലാസ്യം. നെക്സ്റ്റ് ഗംഭീരായിട്ടുണ്ട്. ഭീവത്സം. ഹാസ്യം, കരുണം. ഇവയ്ക്ക് പുറമെ ഈ കോവിഡ് കാലത്ത് എന്തെങ്കിലും സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ? അമ്പിളിച്ചേട്ടൻ പറയുന്ന പോലെ ഇതിനൊക്കെ പുറത്ത് ഞാൻ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 എണ്ണം ഇട്ടുകൊടുക്ക്, കുട്ടേട്ടനൊന്ന് ഞെട്ടട്ടെ. ഈ സമയത്ത് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയൊന്നുമില്ല ഒരു ഭാവം. നിസ്സംഗതയോ? അതെ, എന്തായാലും ഒരെണ്ണം ശ്രമിച്ചു. നിസ്സംഗത. കോവിഡോ പോയി പണിയോക്കാൻ പറ. ഓക്കെ. അപ്പൊ പക്രുജിക്ക് എന്തെങ്കിലും ഒരു കുസൃതി ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ? എനിക്ക് കുസൃതി ചോദ്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ചോദ്യം തന്നെ, കുട്ടേട്ടന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യം തന്നെ ഞാൻ അങ്ങ് ചോദിച്ചേക്കാം. ഇനിയെങ്കിലും പറഞ്ഞൂടെ ആ പേര്? കാരണം എപ്പിസോഡിന്റെ തുടക്കം തൊട്ടേ കുട്ടേട്ടൻ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനും അതിൽ തന്നെ നിൽക്കുകയാണ്. അതൊന്നും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. ഇനിയെങ്കിലും പറയും. അങ്ങനെയൊന്നും പറയാറായില്ല. അല്ല, ഇനിയിപ്പം നമ്മൾ ചോദിക്കുന്നത് അങ്ങനല്ല, ഇനിയെങ്കിലും പറ. ലാസ്റ്റില് ദയനീയമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടേട്ടനോടൊരു ചോദ്യം. ലാലേട്ടന്റെ പടങ്ങളിൽ എത്രയോ പടങ്ങള് കുട്ടേട്ടൻ പാടി. കുട്ടേട്ടൻ എപ്പോഴും മനസ്സുകൊണ്ട് പ്രിയങ്കരമായിട്ട് തോന്നി. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണെന്ന് പല ഇന്റർവ്യൂവിലും കുട്ടേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാട്ടിനോട് മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെന്റിമെന്റ്സ് തോന്നിയിട്ടുണ്ട്. അത് സെമി ക്ലാസിക്കൽ ആവാം, ക്ലാസിക്കൽ ആയിട്ടുള്ള എന്തോ ആട്ടെ. അത് ചിലപ്പോ ലാലേട്ടനുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമുള്ള ചെറിയൊരു കെട്ടുള്ളൊരു ചിലപ്പോ അങ്ങനെയുണ്ട്. അതും പറയാം കേട്ടോ. എന്നിട്ട് വേണം എന്റെ ജോലി കംപ്ലീറ്റ്. ഇല്ല, നിങ്ങൾ അതിനൊക്കെ അപ്പുറത്തുള്ള സൗഹൃദമുള്ള ആൾക്കാരത് ഞങ്ങള് തമ്മിൽ ഒരിക്കലും പിണങ്ങത്തില്ല. ധൈര്യമായിട്ട് എന്തായാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വിസ്മയിപ്പിച്ച, അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വിസ്മയിപ്പിച്ച ഒരു പാട്ടാണ് സ്വാമിനാഥ പരിപാലയ എന്നുള്ളതിൻ്റെ സ്വരം. അത് ഒരൊറ്റ ടേക്കിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ഒരൊറ്റ ടേക്കിൽ. അത് ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന
ഈ മലയാളമല്ല ഏത് ഭാഷയിലുള്ള ഒരു ആക്ടറിനും പറ്റാത്ത ഒരു കാര്യമാണ് ആ ചിട്ടാസ്വരം കൃത്യമായിട്ട് ഒരൊറ്റ ടേക്കിന് കൃത്യമായിട്ട് പാടുക. അങ്ങനെ ഒരു വലിയ മഹാനടനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാനത് പാടിക്കൊണ്ടിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. സരിഗമ പനി പമ മമരിരി സരി സരിഗമ പനി പമ മമരിരി സരി സ മഗമ പനി പമഗമരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സ റിസനി പസനി പമനി പമരിരി സരിഗമ പസനി സരി സനി പമരി സ റിസനി നി പമ മമരിരി സനി സരി സമഗ പമനി പസനി രി സമരി സനി പരി സനി പമഗമരി സരി സ്വാമിനാഥ്. ഞാനാണ് ലാലി പാടി കാണിച്ചിരിക്കുന്നത്. അത് ലിപ്പ് ഇത്രയും കറക്റ്റ്. അതിനിടയിൽ എന്നെ നോക്കുന്നുണ്ട്, അറിയത്തേ ഇല്ല. ഞാൻ ക്യാമറയുടെ താഴെ ഇരിപ്പുണ്ട്. അതിനിടയിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, സാരിഗമപനി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കും, അത്രേ ഉള്ളൂ. എന്താ പറയുന്നത്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ്, ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. കാരണം പൈസയല്ല വലുത്. നേരത്തെ പറഞ്ഞ പോലെ മനസ്സമാധാനമാണ്.